6 ജനുവരിക്ക് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലാണെങ്കിൽ അപ്സൈഡ് ലിക്വിഡിറ്റി 24,149.90. ഇതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനിയല്ല 23,916 താഴേക്കാണ് മാർക്കറ്റ് ആദ്യം വരുന്നതെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. അതാണ് നിഫ്റ്റിയിലുള്ള ഇപ്പോൾ എൻ്റെ ട്രേഡ് പ്ലാൻ. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഇൻറ്റേർണൽ ഏരിയാസ് ഉണ്ട്, പക്ഷേ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം അത്യാവശ്യം നല്ല ബുള്ളിഷായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് പോകാനൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ വാച്ച് നോക്കാം. അപ്പം 23,916 ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് പ്ലാൻ ചെയ്യാം. 24,149.90 ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക്. ഇതാണ് ഇപ്പോൾ നിഫ്റ്റിയിലുള്ള എൻ്റെ ഏരിയാസ് എന്ന് പറഞ്ഞാൽ. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നിപ്പോൾ ലാസ്റ്റായിട്ട് മാർക്കറ്റ് അവസാനമായിട്ടുള്ളൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് അറിയില്ല. പക്ഷേ നമ്മളെ ഇപ്പോൾ ഓൾറെഡി പ്രീവിയസ് ഡേയിൽ ഇന്നത്തെ ദിവസം അത് ടാപ്പ് ചെയ്തുകൊണ്ട് ഇനി നമുക്കൊരു സിംഗ് ഒരു ഡേ ലോ ഏരിയ ഉണ്ട് 50,485. ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിലേക്ക് നോക്കാം. അതാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റിയിലുള്ള പ്ലാൻ. ഇനി എല്ലാ മാർക്കറ്റ് 51,381 മുകളിലേക്കാണ് ആദ്യം പോകുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ എന്ത് ചെയ്യാം, താഴേക്കും നോക്കാം. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇവിടെയുണ്ട് ഒരു ലിക്വിഡിറ്റി ഏരിയ ബാങ്ക് നിഫ്റ്റിയിൽ. ഈ ഒരു ഏരിയയിലും ഉണ്ട് ബാങ്ക് നിഫ്റ്റി. എന്താ പറയുക, 51,671.60. ഇത് 671.60 എന്നുള്ളൊരു ഏരിയ താഴേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയയാണ്. നിയർലി അതിൻ്റെ അടുത്തൊരു സിംഗ് ഹൈ ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഏരിയാസ് എന്ന് പറഞ്ഞത്. ഇവിടേക്ക് എത്തുമ്പം, ഇവിടെ അപ്സൈഡിൽ എത്തുമ്പം 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കും, ഇവിടെ എത്തുമ്പോൾ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്കാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇതാണ് എൻ്റെ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. അന്നത്തെ ദിവസം ആദ്യം ട്രേഡ് ഇതായിരിക്കും. പിന്നെ മാർക്കറ്റ് ഇതെടുത്ത് SLO ടാർഗറ്റ് അടിച്ചതിന് ശേഷം സെയിം ഡേ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന ഹയർ ടൈം ഫ്രെയിം അനുസരിച്ചായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഓൾമോസ്റ്റ് നമ്മൾ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടായിരുന്നു, പക്ഷേ അത് കോസ്റ്റിൽ എക്സിറ്റായി 14,000 വരെ പോയത്. അതിനുശേഷം ഒരു ചെറിയ ടാർഗറ്റിൻ്റെ അടുത്ത് വരെ വന്നു. അപ്പോഴേക്ക് 3 മണി ആയിട്ടാണ്. 3:05 ആയപ്പോഴത്തേക്ക് ടാർഗറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. 10,000 അബവ് പോകേണ്ട ട്രേഡാണിത്. പക്ഷേ നമുക്ക് ആ ഒരു 3 മണിക്ക് എക്സിറ്റ് ചെയ്തുകൊണ്ട് 6,500 ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരു SLO ഉണ്ടായിരുന്നു. വീഡിയോ ലൈവ് ട്രേഡ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ കാണുക, അതുപോലെ ലെവൽസിൻ്റെ കാണുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് വീഡിയോക്ക് ഒരു ലൈക്കോ കമൻസൊക്കെ കൊടുക്കുക. വീഡിയോയുടെ റീച്ചൊക്കെ കൂടാൻ ഹെൽപ്പാവും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പിന്നെ ഗ്രൂപ്പുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾക്കോ അങ്ങനെയുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു.